സ്ക്രീനിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ലഗേജ് കൊടുക്കാനുള്ള സ്ഥലത്ത് വയ്ക്കുകയാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണ്ടേ, അപ്പോൾ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുക്കണം. ഇനി അത് പോയിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ എന്തായി, എന്തോ നേരം നടന്ന് കുറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനെ കുറച്ചൊരു എക്സ്പ്ലെയിൻ ആയിട്ട് പിന്നെ നമ്മള് ഇതെല്ലാം അവിടെ അകത്ത് കയറിയ ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നുവെച്ചാൽ കുറെ നേരം വെയിറ്റ് ചെയ്യും. നമ്മളാണ് ആദ്യം കയറിയത്, ഓൾമോസ്റ്റ് ആദ്യം കയറി നമ്മളാണ്. എന്നിട്ട് അവസാനത്തിന് അവസാനം അവിടെ ആരുമില്ല. ഇപ്പൊ ആരുമില്ല, നമ്മളാണ് ഏറ്റവും അവസാനം. ക്ലിയർ ചെയ്തിട്ട് അകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ കണ്ണാടി കണ്ട ഫുള്ള് ഇത്. ഓക്കെ, അപ്പം നമ്മൾ തുടക്കം തന്നെ നമ്മൾ എന്താ പറയും, ബാഗേജൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ ഈ ചെക്കിങ്ങിൻ്റെ അവിടെ പോയി ബോർഡിംഗ് പാസ് ഇട്ടുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് തുടക്കമാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ തീരും, നമ്മൾ മുകളിൽ പോയി നമ്മൾ ബോർഡിംഗ് അവിടെ സീറ്റിൽ കുറേ നേരം വെറുതെ ഇരിക്കാൻ പറ്റുന്ന കാലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചാൻസ്. നമ്മളപ്പം ചെക്കിങ് കൗണ്ടറിൽ പോയപ്പം അവർ നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചു. എന്നിട്ട് വിസ ചോദിച്ചു. പിന്നെ പറഞ്ഞാൽ നമുക്ക് വിസ ഇല്ല, നമ്മൾ ഓൺ അറൈവൽ കാരണം നമുക്ക് US വിസ ഉണ്ടല്ലോ. US വിസ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് തന്നെ നമുക്ക് വിസ എടുക്കാൻ പറ്റും. അപ്പം ഒരു സ്വൈപ്പ് ചെയ്ത് അത് തന്നെ എൻ്റെ പാസ്പോർട്ട് ഞാൻ കൊടുത്തത്. അവർ ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് അവർക്ക് എന്തോ അറിഞ്ഞൂടാ. അപ്പോൾ അവർ രണ്ടാമത്തെ സ്വൈപ്പ് ചെയ്ത്. അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് US വിസയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് എനിക്കൊന്ന് ചെയ്യാൻ അറിഞ്ഞൂടെന്ന് തോന്നി US വിസ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അവർ സൂപ്പർവൈസറിനെ വിളിച്ചു. സൂപ്പർവൈസറും ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തപ്പം അവിടെ നടന്നില്ല. അപ്പം നമ്മുടെ നിന്ന് 2 പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് വന്നു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. നമ്മൾ ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ആയിട്ടാണ്. അപ്പം പുള്ളി പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് തന്നെ നമ്മൾ ഓക്കെ നമുക്ക് ഇപ്പോൾ പോകാൻ നമ്മൾ 2 എഴുന്നേറ്റ്. അപ്പം ഇല്ല സാർ വെയിറ്റ് ചെയ്തോളൂ, കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം നമ്മൾ വന്നത് ഒരു 11:05 ആയി കാണും. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ 12:10 12:30 ആയി. അപ്പൊ നമ്മള് അന്വേഷിക്കാൻ ഞാൻ ഒന്ന് അതുവരെ പോയപ്പോ പറഞ്ഞ US വിസയുടെ കാര്യമാണോ അതേന്ന് പറഞ്ഞപ്പോ അത് ക്ലിയർ ആയി, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അപ്പം ഞാൻ പാസ്പോർട്ട് എടുത്തപ്പോൾ അവർ ആദ്യം റിസ്വാന്റെ പാസ്പോർട്ട് എടുത്തു. അപ്പോൾ റിസ്വാന്റെ പാസ്പോർട്ട് എന്ന് വെച്ചാൽ പഴയ വിസ വെച്ചാൽ പഴയ പാസ്പോർട്ടിലാണ് US വിസ ഉള്ളത്, പുതിയ പാസ്പോർട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പം അവർക്ക് പിന്നെ ഇഷ്യൂ. അവർ 2 പ്രാവശ്യം പിന്നെയും സ്വൈപ്പ് ചെയ്ത് പിന്നെ ഇഷ്യൂ. പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ ഇതിന്റെ ഇടയിൽ ഒരു സൂപ്പർവൈസർ വന്ന് 2ാമത്തെ സൂപ്പർവൈസർ 5-6 പേര് സർക്കിൾ ചെയ്തിരിക്കുകയാണ്. നമ്മള് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ സ്വൈപ്പ് ചെയ്ത് എല്ലാവരും പോയി. നമ്മുടെ US വിസയുടെ പ്രശ്നമാണ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഫിലിപ്പീൻസ്, നമ്മൾ അബുദാബി ഉൾപ്പെടെ നമ്മൾ ഇത് വെച്ചിട്ടാണ് പോയത്. അപ്പം അത് കഴിഞ്ഞ് വെച്ചാൽ തുടക്കം എൻ്റെ വിസ കൊടുത്തപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഇഷ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം റിസാൻ്റെ നോക്കിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എൻ്റെ ട്രൈ നോക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കൊടുത്തു. കാരണം നേരത്തെ പുള്ളിക്ക് ഇത് എന്താ പറയുക US വിസ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ചെയ്തപ്പം കറക്റ്റ് എന്താ പറയുക സക്സസ് ആയി, നമ്മുടെ ബോർഡിംഗ് പാസിങ് പ്രിൻറ്റും കിട്ടി. പക്ഷേ റിസാൻ്റെ നോക്കുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. അപ്പം അവർ എനിക്ക് അവസാനം വേറൊരു ലേഡി സൂപ്പർവൈസറിനെ വിളിച്ച്. അപ്പോൾ ലേഡി വന്നിട്ട് പറഞ്ഞ് ഓക്കെ മെയിൽ അയച്ച്, ഇതേപോലെ പഴയ പാസ്പോർട്ടിലാണ് ഈ US വിസ ഉള്ളത്, പുതിയ പാസ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്, മെയിൽ അയച്ച് അവർ എൻ്റർ അടിച്ച ഉടനെ എന്താ പറയും ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് തന്നെ അവർക്ക് റിപ്ലൈ വന്ന് അവരുടെ റിസാൻ്റെ സക്സസ് സ്പീഡ് റെസ്പോൺസ് ആയിരുന്നു അവരുടെ വക. ഇമെയിൽ ചെയ്ത ആരാണ് അപ്പോഴന്നെ നമുക്ക് ബോർഡിംഗ് പാസ് പ്രിന്റ് ആയി. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് 2 ബോർഡിംഗ് പാസ് കിട്ടി. നമ്മുടെ ഇമിഗ്രേഷൻ കുഴപ്പമില്ല നടന്ന്. പിന്നെ ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി. നമ്മളിപ്പം റിസൺ അവസ്ഥ കാണിച്ചു തരും. ഇവിടുത്തെ അവസ്ഥ അതൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ അവസ്ഥ നോക്കാം. നല്ല വിജനമാണല്ലേ, അത്ര ആൾക്കാരില്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കും. എന്തോ രാവിലെ ആയതുകൊണ്ടാണ്. നമ്മൾ ഗേറ്റിന്റെ അടുത്ത് പോലെയല്ലേ ഇരിക്കണം. എല്ലാ മലയാളികളും എന്താ വെച്ചാൽ ആദ്യമേ ഗേറ്റിന്റെ അടുത്ത് പോയിരിക്കും. നമ്മൾ ഇത് തന്നെ നമ്മളിത് വീഡിയോ പിടിച്ചിട്ട് അവിടെ പോയി അങ്ങോട്ട് ഇരിക്കാനിരിക്കുകയാണ്. ആൾക്കാരൊക്കെ അത് അങ്ങാണ് ഇടിച്ചു കയറണം. KSRTC ബസ് എന്തെങ്കിലും വാങ്ങിക്കണം അസുല അവിടെ നിന്ന്. കോഫി വേണം? ഓ വേണ്ട, 100 രൂപയ്ക്ക് ഒരു കുഞ്ഞു കപ്പില് കോഫി വേണോ സുൽ? അങ്ങനെ പറയല്ലേ, ഞാൻ മേടിച്ചു തരാം. പിന്നെ നമ്മുടെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്തോ പറ, നമ്മളെ സീറ്റിന്റെ നമ്പേഴ്സ് വിളിച്ചിരിക്കും. അപ്പൊ നമ്മള് ബോർഡ് ചെയ്യാൻ പോവാണ് ഇപ്പം. ബിസ്മില്ലാ.
ഹലോ. Welcome on board this Air Arabia Airbus A320 aircraft. Your safety is important to us. സമയം 2 മണിയായപ്പം ഒരാൾ നല്ല ഉറക്കം. ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല, കാരണം ക്ഷീണമായിരിക്കുമല്ലോ. കുറച്ച് നേരം ഇരുന്ന് നോക്കിയപ്പോൾ റിസാൻ ഫോൺ എടുത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കാണായിരുന്നു. പക്ഷെ അത് കുറേ നേരം നിന്നില്ല, കാരണം അവസാനം എൻ്റെ കയ്യിൽ ഫോണും റിസാൻ തിരിച്ച് റിസാൻ ജോലിക്കും പോയി. ഈ കാറ്റിൻ്റെ സൗണ്ടാണോ അതോ ഫുഡിൻ്റെ സ്മെല്ലാണോ അറിഞ്ഞുകൊണ്ടാ റിസാന് പക്ഷേ കറക്റ്റ് സമയത്തിന് എഴുന്നേക്കറിയാം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി ഇക്കയപ്പോൾ കാണാം. റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ സാറിൻ്റെ അടുത്താണ് അവിടെ കയ്യും പിടിച്ചിരിക്കണം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ കറക്റ്റ് സമയം തന്നെ ഉമ്മ നമ്മളെ വിളിച്ച്. ഇപ്പോഴും ഷാർജ എയർപോർട്ടിൽ ഇരിക്കണേ ഉള്ളൂ. ഇല്ല. Is it far kya? Yeah. Dubai. ഫൈനലി നമ്മള് ദുബായിലെടുത്ത് എത്തി. ഒമാൻ ചിപ്സ്. ഇത് കണ്ടാവുന്ന മഴക്കോളം 10 മണിയാകുമ്പോ വല്ല പൊള്ളുന്ന ചൂടായിരിക്കും. സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഇറങ്ങിക്കും. അത് ഇട്ടിട്ടേ വെളി ഇറങ്ങാവുന്നൊക്കെ പറഞ്ഞു. ബ്ലോക്ക് ഉണ്ടല്ലോ, ഒട്ടും ബ്ലോക്ക് ഇല്ല.
പെവിലിയൻ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ചിറകില്ലേ, അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. സോളാർ പാനലാണ് അകത്ത് അല്ലേ? അതിങ്ങനെ തുറക്കുമ്പം അതിൻ്റെ അകത്ത് ഫുള്ള് സോളാർ പാനൽ കാണാം. അത് നമ്മൾ ഇങ്ങോട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, എന്താ ചിറകൊക്കെ പൊങ്ങിയത് കണ്ടോ? അപ്പോൾ ഇനിയും പൊങ്ങൂലേ അത്? ഇല്ല, ഇത്ര പൊങ്ങും. സോളാർ പാനലിൽ ഇത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ലൊരു ഫാൽക്കണിൻ്റെ ലുക്ക് പോലുണ്ട്, ഒരു വിഷ്വൽ. ഇപ്പോൾ ഭയങ്കര കാറ്റ്, ഐ ഡി കാർഡൊക്കെ പറന്നുകൊണ്ടിരിക്കുക ഇവിടെ. വെച്ചാൽ എന്താ, ഓരോന്നും ഓരോ രാജ്യത്തിൻ്റെ പെവിലിയൻ, ഓരോ ബിൽഡിങ്ങും ഓരോ രാജ്യത്തിൻ്റെ പെവിലിയനൊക്കെയാണ്. എന്താ സ്റ്റെയിൻലെസ് വിഷു അങ്ങനെ പറഞ്ഞ ഓരോന്നും. അവിടെ സൗദി അറേബ്യ ഉണ്ട്. യെസ്, അങ്ങോട്ട് പോകും. കണ്ടോ ഇവര്, ഇത് പലസ്തീൻ്റെ പെവിലിയൻ. ഇന്ത്യയുടെ എവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതും അവിടെ മറ്റേ അറബിയിൽ എഴുതിക്കുന്നല്ലേ, ഭാരത്. അതിന്റെ താഴെ ഉണ്ട് ഹിന്ദിയിൽ ഭാരത് ഉണ്ട്. ഇത് കണ്ടോ, അവര് തന്നെ ഒരു മാപ്പ് തന്നെ, ഫുൾ വേൾഡ് മാപ്പ് തോറ്റു അവര്, ഒരു വലിയ മാപ്പ് അവര് തന്നെ തരും. എല്ലാം എന്നുവെച്ചാൽ ഓരോ പെവലിയനും എവിടെയാണ്, ഓരോ രാജ്യത്തിന്റെ എവിടെയാണെന്നെല്ലാം കാണിക്കണം, എല്ലാം കവർ ചെയ്യണം നമ്മള്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എന്ന് വെച്ചാൽ ഒരു പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് വെച്ചാൽ നമ്മൾ ഓരോ പെവലിയനും പോകുമ്പോൾ നമുക്ക് ആ രാജ്യത്തെ സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിലടിക്കും. ഇത് കണ്ട, എക്സ്പോയുടെ പാസ്പോർട്ട്. ഇപ്പോൾ നമ്മളിപ്പം പലസ്തീൻ്റെ അതിൽ കയറിയെന്ന് വെച്ചോ, അത് നമ്മൾ കണ്ട ശേഷം നമ്മുടെ ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് അവർ നമ്മുടെ സാധാ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന പോലെ അവിടെ സ്റ്റാമ്പ് ചെയ്ത് തരും. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇതുണ്ട് സ്ലൈഡൊക്കെ. എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ പെവിലിയനാണ്. എന്നുവെച്ചാൽ കുറേ ഉണ്ട്. എത്ര കൺട്രീസ് ഉണ്ട് സാർ? 107 എന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതലുണ്ട്. അത് മാപ്പ് ഞാൻ എമിറേറ്റ്സിൻ്റെ കാണിച്ചു തരാം. ഇതാണ് എമിറേറ്റ്സിൻ്റെ പെവിലിയൻ. ഇവിടെ നമുക്ക് എന്താ പറയുക, ഫ്ലൈറ്റ്സിൻ്റെ പറ്റിയും നമുക്ക് തന്നെ ഫ്ലൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു പെവിലിയനാണ് ഈ എമിറേറ്റ്സിൻ്റെ. അവിടെ വന്നിട്ട് കസാഖ്സ്ഥാനുണ്ട്. കസാഖ്സ്ഥാൻ അതെന്ന് തോന്നുന്നു കാർഗോ സ്പീഡ് എന്തോ. ഇപ്പം നമ്മളിത് നേരത്തെ വന്നോണ്ട് ഈ പെവിലിയൻ ഒന്നും തുറന്നിട്ടില്ല. ഒരു 9:30 മണിയല്ലേ, ഒരു 10 മണിയല്ലേ? 9:30-10 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പെവിലിയനൊക്കെ ഓപ്പൺ ആവേണ്ടത് പബ്ലിക്. അതാണ് USA പെവിലിയൻ. US ഫ്ലാഗുകളിൽ അതാ US അമേരിക്ക. അത് എന്തോ ലൈറ്റ് എത്തുമ്പോൾ USA അവിടെ എഴുതി കാണിക്കും. ആണ് ജപ്പാൻ്റെ പെവിലിയൻ. ഗ്ലാസ്സിൽ അവിടെ എഴുതിക്കുക ജപ്പാൻ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഭാരത് പെവിലിയൻ. ജർമ്മനി പോകാൻ പറ്റാതെ നമുക്ക് ഇനി ഇവിടെ കയറി ജർമ്മനി പോയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ന്യൂക്ലിയർ പോലത്തെ സംഭവം നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ സ്പെയിനിൻ്റെ പെവിലിയനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വെറുതെ ഓരോന്നും കറങ്ങി നോക്കുക എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതനുസരിച്ച് ഇത് തുറക്കണനുസരിച്ച് നമുക്ക് നോക്കാമല്ലോ. ദുബായിലേക്കുള്ള യാത്രയും പിന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമേ നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ദുബായിലുള്ളയും പിന്നെ എക്സ്പോയിലുള്ള കുറച്ച് കിടിലൻ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.